ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നതേ 3 ഡീസൽ വാഹനങ്ങളായിട്ടാണ്. അതിൽ ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ഉണ്ട്, മാരുതിൻ്റെ ബ്രസ് ഉണ്ട്, അതുപോലെ ഒരു എസ്-ക്രോസും ഉണ്ട്. 3 വണ്ടിയും ഡീസൽ മാനുവലാണ്. ഡീസൽ വണ്ടികളായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 18-20 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. SUV ടൈപ്പിലുള്ള വണ്ടികളായതുകൊണ്ട് അത്യാവശ്യം നല്ല യാത്രാസുഖം വണ്ടിക്ക് ഉണ്ടാവും. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടികളാണ്. പിന്നെ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഡീസൽ വാഹനങ്ങൾ. മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന വണ്ടി എക്കോസ്പോർട്ടാണ്. 2014 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ മാനുവലാണ്. ടൈറ്റാനിയം പ്ലസ് ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇൻ്റർഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈറ്റാനിയം പ്ലസ് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, എയർ ബാഗ്, ABS, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെയാണ് വരിക. ബാക്ക് വൈപ്പർ, അലോയ് വീല്, ടയർ ബാഗൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,90,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3.5 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ ഡീസൽ വാഹനമാണ്. അടുത്ത വണ്ടി വരുന്നത് ബ്രസ്സാണ്. 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഡീസൽ മാനുവലാണ്. 1,12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. LDA ആണ് വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത്. KL 63 അങ്കമാലി രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഇൻ്റർവ്യൂക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിൻ്റെ ഓപ്ഷൻ LDA ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS, അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് ബേസിക്കായുള്ള ഫീച്ചേഴ്സും വരും. അഡീഷണൽ ഒരു അലോയ് വീൽ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനി കൊടുക്കുന്ന അലോയ് വീലിനെയാണ് അഡീഷണൽ ചെയ്തതാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,50,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരു 4,70,000 വരെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് കാണിക്കാൻ പോണ വണ്ടി എസ്-ക്രോസ് ആണ്. ഡീസൽ മാനുവലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 2017 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. സിഗ്മയാണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ കമ്പനി കൊടുക്കുന്ന സീറ്റ് കവർ തന്നെ വണ്ടി നിലവിലുള്ളത്. പിന്നെ ബേസ് മോഡൽ വണ്ടിയാണെങ്കിൽ പോലും 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും വണ്ടിക്ക്. പിന്നെ സെൻട്രൽ ലോക്ക്, അഡീഷണൽ സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരും, ABS വരും, അലോയ് വീലും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡീസലാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,25,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരു 4,70,000 വരെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 3 ഡീസൽ വണ്ടികളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീസൽ വാഹനങ്ങൾ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 3ഉം. അത്യാവശ്യം മൈലേജും കിട്ടും, യാത്രാസുഖം ഉണ്ടാവും വണ്ടികൾ. മെയിൻ്റെനൻസ് ഒക്കെ പൊതുവേ കുറഞ്ഞിട്ടുള്ള വണ്ടികളാണ് 3ഉം. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഡീസൽ വാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.